അകലരുതേ. ജീവന്റെ ജീവനാം കൂട്ടുകാരാ, സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ, അകലരുതേ. ജീവന്റെ ജീവനാം കൂട്ടുകാരാ, സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ, പോകരുതേ നീ അകലരുതേ, എന്നെ തനിച്ചാക്കി അകലരുതേ. ശരിക്കും ഇന്നിപ്പം സുജു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോക്കൊരു വലിയൊരു ഹഗ് ഒരു അത് ഞാൻ തരുന്നു സുജുവിന്റെ പേരില്. ജീവന്റെ ജീവനാം കൂട്ടുകാരാ. അസലായിട്ട് പാടി കണ്ണ. താങ്ക് യു ചിത്ര. പക്ഷെ ഒരു പണിഷ്മെന്റ് എനിക്ക് തരാനുണ്ട്. എന്തിനാണ്, എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് പറയൂ. പാടിയതൊക്കെ നല്ല ഫീൽ എല്ലാം ഓക്കെ. ഈ പല്ലവിയിൽ ഈ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച എന്തിനാ? ജീവന്റെ ജീവനാം കൂട്ടുകാരെ ഒരുമിച്ച് പാടി ഒരു കിഴുക്ക് വാങ്ങിച്ചിട്ട് ഉമ്മ വരാൻ വേണ്ടി മാത്രമല്ലേ വരാറുള്ളൂ. ബാബാ ബാബാ ജീവന്റെ ജീവന പാട്ടുകാരാ. ഓ ബ്രത്ത് എടുക്കാനായിട്ട് കൂട്ടുകാരന്റെ തലയിൽ ഉടലും വേറെ വേറെ. സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ. ജീവന്റെ ജീവന പാട്ടുകാര ഒറ്റ ശ്വാസം. ആ ചേച്ചി ഇപ്പൊ പഠിപ്പിച്ചിട്ടേ വിടൂ. എന്നിട്ട് പോയാ മതി. നീ ജീവന്റെ ജീവനാം കൂട്ടുകാരാ, സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ. ഇങ്ങനെ മുറിച്ച് പഠിപ്പിച്ച വീണയാണോ? വീണ 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 എല്ലാം നേരെ പാടിക്കോട്ടെ. ലാസ്റ്റ് മിനിറ്റ് വന്ന് പറഞ്ഞ അതല്ലേ. നേരത്തെ റിഹേഴ്സലിന് പാടിയപ്പോ അത് ലാസ്റ്റത്തെ കൂട്ടുകാരെ എത്തിയപ്പോ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു. അപ്പൊ ഞാൻ വരച്ചു വിചാരിച്ചു കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യണ്ടായിരുന്നു. അത് രണ്ട് വേർഡല്ലേ ഉള്ളൂ. ജീവന്റെ ജീവന 4 ബാറേ ഉള്ളൂ. 4 ബാറിലൊന്നും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടാ. കൃഷ്ണയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണയുടെ എക്സ്പ്രഷനാണ്. അതിലങ്ങോട്ട് അലിഞ്ഞു പോകും നമ്മളെല്ലാവരും. അതായത് ഒരു ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഇത്രയും അപ്ലോസ് വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ മദ്യം മറന്നിട്ടാണ് കൈയടിച്ചു പോണതേ. അങ്ങനെ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉള്ളൊരു ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. താങ്ക് യു. ഓക്കെ, നമുക്ക് കൃഷ്ണശ്രീയുടെ മാർക്സിലോട്ട് കിടക്കാം. യെസ്. First time ever. 99.9. അതെ, ഫസ്റ്റ് ടൈം എവർ. അടിപൊളി, സൂപ്പർ.